Good morning. Have a wonderful and beautiful day. അപ്പൊ നമ്മുടെ ഒരു ലൈവ് സെഷൻ ആണ്. അപ്പൊ ആർക്കെങ്കിലും ഗസ്റ്റ് ഉണ്ടോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഉറക്കമാണ് അല്ലെ? അപ്പം ഈ ഒരു ഉറക്കത്തിനെ കുറിച്ചിട്ടും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്ര പ്രാക്ടിക്കൽ അല്ലാത്ത എല്ലാവരും ചോദിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള ജപ്പാൻകാരുടെ ആരോഗ്യത്തിന്റെ അല്ല അവരെ നിങ്ങൾ എവിടെ പോയിട്ട് കണ്ടാൽ അവർ ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആർ യു സ്ലീപ് വെൽ എന്നാണ്. അല്ലെ, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? നിങ്ങൾക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ അന്വേഷിക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഹെൽത്തിന്റെ ഒന്നാമത്തെ പാരാമീറ്റർ ആയിട്ട് കാണുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല, ആ ഒരു 4 പില്ലേഴ്സ്, ഒരു കസേരയുടെ 4 കാലുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റും സ്ട്രോങ്ങും ആയിരിക്കേണ്ടത് ഈ ഒരു പില്ലർ തന്നെയാണ്, ഉറക്കം കറക്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ. ഉറക്കം കറക്റ്റ് ആവാത്തതിന്റെ റീസൺ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. വൺസ് നമ്മൾ ആ ഉറങ്ങുന്നതിനൊരു ടൈം ഫിക്സ് ചെയ്യും, എഴുന്നേൽക്കുന്നതിനൊരു ടൈം ഫിക്സ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാൾക്ക് ബാക്കി എല്ലാ കാര്യത്തിലും ഒരു ഓർഡർ ഉണ്ടായിരിക്കും. നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിതം ഉണ്ട് അല്ലെ? എല്ലാ മനുഷ്യരും രാവിലെ എല്ലാത്തിനും നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കാൻ ഒരു ടൈം അല്ലെ, സൂര്യൻ പോയി കഴിഞ്ഞാലാണ് ചന്ദ്രൻ വരുന്നത്. അല്ലാതെ മൂപ്പര് നേരത്തെ എൻട്രി എടുക്കൂലല്ലോ. അങ്ങനെ ഓരോന്നിനും ഓരോ ടൈം ഉണ്ട്. അതായത് ഓരോ സീസണിലാണ് ഫ്രൂട്ട്സ് വരുന്നത്, പൂക്കൾ വരുന്നതിനൊരു സമയം, പിന്നെ വിന്റർ സീസൺ, റെയിനി സീസൺ, അങ്ങനെ സമ്മർ, അങ്ങനെ ഒരു സീസണിന്റെ ഓരോന്നിനും ഓരോ ടൈം ഉണ്ട്. അതേപോലെ മനുഷ്യന്മാർക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ആ ടൈമിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡീന്റെ എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കുറെ ഹോർമോൺസ് ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന 5 ഹോർമോൺസ് നമ്മൾ ബാലൻസ് ആക്കി വെക്കണം. അത് നമുക്കറിയാം, നമ്മുടെ സ്ലീപ്പിനെ എഫക്ട് ചെയ്യുന്നതാണ് മെലാറ്റോണിൻ, അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള കോർട്ടിസോള്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണ്, അതേപോലെ ഈസ്ട്രജൻ ഹോർമോൺ. ഇതിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് നടക്കുന്ന ഒരു ബോഡിക്ക് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അപ്പൊ എനിക്ക് ഇതിൽ നിങ്ങളടുത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മളൊരു ഹാബിറ്റ് ഒക്കെ ഫോം ചെയ്യുമ്പം നമ്മൾ എപ്പോഴും ഉറക്കം കറക്റ്റ് ചെയ്തിട്ട് ബാക്കോട്ടേക്ക് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് ആ കാര്യത്തിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉറങ്ങുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എഴുന്നേൽക്കുന്ന ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യാന്നുള്ളത്? എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ട്? ഉറങ്ങുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് എപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ള ഒരു ടൈം ഫിക്സ് ചെയ്യും, സ്കെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ട് അതിന് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ദിവസം കറക്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിലുള്ള ഉറക്കം എന്ന് പറയുന്നത് ഒരു വീക്കിൽ ഒരു 5 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഉറങ്ങി, യെസ് അതെ, ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 7 to 8 hours നല്ല ഡീപ്പ് സ്ലീപ്പ് ഒരാൾക്ക് വേണം പ്രോപ്പറായ രീതിയിൽ നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പം ഈ ഒരു 7 മണിക്കൂർ മിനിമം ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 10 to 5 ആണ് കേട്ടോ. നമ്മുടെ ബോഡി ആ സമയം ഉറങ്ങിയാൽ മതി. ഓരോ 90 മിനിറ്റ്സും നല്ല ഡീപ്പ് സ്ലീപ്പ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു സിസ്റ്റം ഒന്ന് മാറി പിന്നെ 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 അങ്ങനെ ഒരു സ്ലീപ്പിന്റെ ഉള്ളിൽ തന്നെ വേറെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. ബ്രേക്ക് വന്ന് ബ്രേക്ക്, പക്ഷെ നമ്മളത് അറിയൂല കേട്ടോ. അപ്പൊ എങ്ങനെ നമുക്ക് പ്രോപ്പറായ രീതിയിൽ നമ്മുടെ ഒരു ഉറക്കം സ്കെഡ്യൂൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദിയർ. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ആ ഹാബിറ്റ് ട്രാക്കിൽ ഓൾറെഡി ഉണ്ട്, സ്ലീപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ ഫുഡിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, ഉറക്കത്തിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, ഹെൽത്തി ഫുഡിന്റെ എഴുതിയിട്ടുണ്ട്, ബുക്ക് വായിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തുടങ്ങി ആ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ അലേർട്ട് ആയിരിക്കും അല്ലെ? അതായത് ഇതൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവും. അപ്പം ഇത്തിരിയെങ്കിലും നമ്മൾ ഇനിയിപ്പം വെള്ളം കുടിക്കുന്നതാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് അത് ചെയ്യും അല്ലെ? അതേപോലെ ഫുഡ് കഴിക്കുമ്പോഴോ ഞാൻ ഇങ്ങനെയാണല്ലോ, കമ്മിറ്റഡ് ആണല്ലോ, ഇവിടെ രാത്രി പോയിട്ട് മാർക്ക് ചെയ്യേണ്ടതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കും അല്ലെ? അതേപോലെ തന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ട് വേണ്ടിയിട്ടല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പേജ് എങ്കിലും എടുത്ത് മറിച്ച് നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങും, ജേർണലിംഗ് ഇൻ ദ സെൻസ്. ഓക്കെ, അത് ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ
നമ്മൾ ഒരു 2 ദിവസം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെറുതെ കൗച്ചിലിരുന്ന് മൊബൈൽ നോക്കി കളയേണ്ടതല്ല നമ്മുടെ സമയം. സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുകയാണ് നിങ്ങളെ ട്ടോ. അപ്പം ഈ സമയത്തിന്റെ പ്രത്യേകത പറയുകയാണെന്ന് വെച്ചാല്, നമ്മളിങ്ങനെ വെറുതെ കളയുന്ന സമയം, ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കില്, ഡോക്ടർ നമ്മളെ അടുത്ത് പറയാണ്, നമുക്കൊരു ടൈം ഡോക്ടർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മൊബൈൽ നോക്കിക്കണ്ടിരിക്കുവോ? ഇരിക്കുവോ? അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചിരിക്കുവോ? നമുക്കൊരു എക്സ്പയറി ഡേറ്റ് മൂപ്പർ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ ഓരോ സെക്കൻഡും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യും അല്ലേ? നമുക്ക് മൊബൈൽ നോക്കി കളിക്കാൻ സമയം ഉണ്ടാവില്ല, ബുക്ക് വായിക്കാൻ നേരം ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും, എന്റെ ചെയ്യേണ്ട റോളുകളൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കാണണം. നമ്മുടെ ഡേറ്റ് എപ്പോഴാന്ന് അറിയില്ല. നമ്മൾ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് കോഡ് ഉണ്ട്, ഞാൻ ഇന്നലെ ഒരു പുസ്തകം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ആഹ് അതായത് നമ്മുടെ ശരിക്ക് അത് ഞാൻ എവിടെയോ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. അതായത് നമ്മള് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെ ഒരേ സമയത്ത് ഉറങ്ങി എല്ലാവരും എഴുന്നേറ്റില്ല ഇന്നത്തെ ദിവസം. അപ്പം ഉറക്കം കിട്ടാത്തത് കൊണ്ട് ആരും മരിച്ചിട്ടില്ല. പക്ഷെ ഉറക്കത്തിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. അപ്പം അതൊരു അലേർട്ടായിട്ട് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. കാരണം അതുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. അസുഖം വന്നിട്ട് നമ്മള്, അതായത് വേദനയായിട്ട് കിടക്കുന്ന ഒരാളോട് ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നടക്കുന്ന കാര്യമാണോ? അല്ലേ മുട്ടിന് തേയ്മാനം വന്ന് സൈഡ് ആയിട്ടുള്ള ഒരാളെടുത്ത് ഞാൻ നടക്കാൻ വേണ്ടി കിലോമീറ്റർ ഒരു 10,000 സ്റ്റെപ്സ് വെക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നടക്കുന്ന കാര്യമാണോ? ശരിക്കും നമ്മള് ഇതൊക്കെ ചിന്തിക്കേണ്ടത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, ഇവിടുന്ന് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും പുതിയ പരീക്ഷണങ്ങളല്ല പറയുന്നത്. ഇവിടുന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇതിനൊക്കെ ഒരു ദിവസത്തേക്കുള്ള ഹോൾ എനർജി കിട്ടുന്നത് നിങ്ങളുടെ എഴുന്നേൽക്കുന്ന ടൈമിലാണ് ട്ടോ. അതായത് രാത്രിയിൽ നമ്മുടെ ബോഡി ഒരു ഷട്ടർ മോഡിലായിരിക്കും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിന് ഉറക്കം കൊടുക്കണം. നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് റെസ്റ്റ് കൊടുത്തിട്ടില്ല, പ്രോപ്പറായ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് വീക്ക് ആവും. നമ്മൾ വണ്ടികളൊക്കെ സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന കാണുന്നില്ലേ? അതുപോലെ നമ്മുടെ ബോഡിക്ക് ഡെയിലി സർവീസിങ് മെത്തേഡാണിത്. ഓരോ ദിവസവും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു പുതിയൊരാളായിട്ട് ജനിക്കുന്നു എന്നാ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ട്രാക്ക് ചെയ്ത് നിങ്ങളെ തന്നെ പ്രോപ്പറായ രീതിയിൽ കൊണ്ടുവരുന്നു പോയിട്ട് ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒരു ഷോപ്പൊക്കെ തുറക്കുന്ന പോലെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാവുക. അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം നമുക്ക് തീരുമാനിക്കാം. ഇന്നലെ വരെ എന്തോ ആയിക്കോട്ടെ, നാളെ നമുക്ക് ബെറ്റർ ആക്കണോ? ആക്കണമെങ്കിൽ ഇപ്പം മാറി തുടങ്ങുന്നതാണ്. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അത്ര അലേർട്ട് ആയിരിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ഉറക്കത്തിനെ ഒന്ന് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി ഇത് നിങ്ങൾക്ക് അറിയുന്ന ഈ ഒരു അറിവ് നിങ്ങൾ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഉറക്കം എന്ന് പറയുന്നത്. ഇതിന് പുറത്ത് എവിടെയും പോകണ്ട. നിങ്ങളുടെ ജസ്റ്റ് ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഒരു ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് റിച്വൽസ് ഉണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ആർക്കറിയാം ഉറക്കത്തിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞേ. എങ്ങനെ നമുക്ക് ബെറ്റർ സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ പറയാനായിട്ട്? ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നില്ല മക്കളെ? കേൾക്കുന്നുണ്ട്. അതല്ലേ. ഞാൻ പറയട്ടാ? ഗ്രാറ്റിറ്റ്യൂഡ്. ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഗ്രാറ്റിറ്റ്യൂഡ്. ഏതാ പറഞ്ഞ? ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നല്ലൊരു പരിപാടിയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ. ഞാനിത് എന്താ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം. എന്തിനാണെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് നമുക്ക് എല്ലാത്തിനും കാരണം അറിയാം. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ അല്ലേ? ഇങ്ങനെ ചെയ്ത് പഞ്ചസാര ഒഴിവാക്കി എനിക്ക് എന്ത് കിട്ടാനോ? അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ പിന്നെ എന്താ പറയാ ഹാബിറ്റ് കൊണ്ടുവരില്ല. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിന് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ കിടക്കാൻ നേരത്തെ ഇപ്പം മൊബൈൽ കണ്ടുകൊണ്ട് കിടക്കുവാണെങ്കിൽ നമ്മൾ ഔട്ടർ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടാവും, വിഷമിപ്പിക്കുന്ന സ്റ്റോറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സ്റ്റോറീസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഉള്ളിൽ
ചില വീഡിയോസ് കാണുമ്പോൾ കുറ്റബോധം ഉണ്ടാവും, ചിലത് കാണുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യെസ്. പിന്നെ 1 മണിക്കൂർ മുന്നേ അല്ലേ? അപ്പം അത് ഞാൻ അവിടത്തേക്ക് വരുവാണ്. അസൂയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഫീലിംഗ് ലോസ്റ്റ് ഫീൽ ആയിരിക്കും. ഓ, എനിക്കില്ലല്ലോ, അവർക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ആള് വെറും പൊട്ടനാണ്. മനസ്സിലായോ? ഇത് നമുക്ക് നടക്കുന്നതാണോ അപ്പുറത്തെ ആൾക്ക് നടക്കുന്നതാണോ എന്ന് മൂപ്പർക്ക് അറിയില്ല. ഓക്കെ. എല്ലാം ബ്ലൈൻഡ്ലി വിശ്വസിക്കും. അത് ഭയങ്കര പാവമാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവരെ ഫീഡ് ചെയ്യുന്ന കാര്യം എന്താണോ, മനസ്സിലായോ? അത് നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് കോർട്ടിസോൾ. ശരിക്കും കോർട്ടിസോളിന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഓർ ഫ്രൈറ്റ് എന്ന ഒരു മോഡിൽ നിൽക്കേണ്ട ഒരാളാണ് അല്ലെ. അവര് റെസ്പോണ്ട് ചെയ്യണം, നമ്മുടെ ആക്ടിവിറ്റീസിനൊക്കെ മാനേജ് ചെയ്യേണ്ട ഒരാളാണ്. ഇവരിപ്പോ നമ്മൾ ഇങ്ങനെ ഈ ചിന്തിക്കുന്ന അതും റീൽസ് ആയിട്ടാണ് വരുന്നത്. കുറച്ച് കണ്ട് അതിന്റെ എൻഡ് എന്താന്ന് മൈൻഡിന് മനസ്സിലാവുന്നില്ല. അടുത്ത റീൽ വന്നു, അടുത്തത് വേറെ, ഇത് സാഡ് ആണ്, അടുത്ത വരുന്നത് ഭയങ്കര വിഷമമുള്ളതാണ്, അടുത്ത വരുന്നൊരു ടപ്പാക്കുത്ത് പാട്ടാണ്. അപ്പൊ എന്താവും നമ്മുടെ പ്രോസസ്സ് എന്താവും? ബ്രെയിന് ഖരാബാവും. ഇവർക്ക് ഇതൊക്കെ രാത്രിയിൽ കിടന്നിട്ട് പ്രോസസ് ചെയ്തിട്ട് ഓരോ ഫോൾഡറിലേക്ക് വെക്കേണ്ട ഒരു ഡ്യൂട്ടിയും കൂടിയുണ്ട്. ഇപ്പൊ ഉറങ്ങാൻ പറ്റുമോ? സൗണ്ട് സ്ലീപ്പ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മളിങ്ങനെ പ്ലാനറ്റോറിയം പോലെ കറങ്ങുന്നുണ്ടാവും കിടക്കുന്ന സമയത്ത് അല്ലേ? അതൊരു ഒരു കേസാണത്. ഓക്കെ. രണ്ടാമത്തെ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഇത്തരത്തിൽ മൊബൈലൊക്കെ കണ്ടിട്ട് കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തെ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ ഇല്ലാതെ പോയിട്ട് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുവാണ്. കോർട്ടിസോൾ ഒക്കെ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് ഉറക്കം വരില്ല, ഡിസ്റ്റർബ്ഡ് ആവും. മേ ബി നമ്മൾ കണ്ണടക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഓൾറെഡി നിങ്ങൾ ലേറ്റ് നൈറ്റ് സ്ലീപ്പ് ഫുഡ് കഴിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ദഹിപ്പിക്കണം എന്നുള്ള കാര്യം പോലും മൂപ്പരെടുത്ത് മറന്നു. ഇതിങ്ങനെ പ്രോസസ് ചെയ്ത് അവിടെ കിടക്കുവാണ്. അപ്പൊ നമ്മുടെ ബോഡി അല്ലെ ശരീരത്തിന്റെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനത്തിനെയും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഗോട്ട് മൈ പോയിന്റ്? നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. റെഡി അല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. അപ്പം നമുക്ക് ഒരു ടൈം വേണം. നമ്മൾ കിടക്കുന്ന മിനിമം ഒരു 2 hours ആണ്. ശരിക്കും സയന്റിഫിക്കലി പറയുന്നത് 3 hours ആണ്. 2 hours പറ്റിയില്ലേ പോട്ടെ. വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ലോ ഫേസിലോട്ട് പോയിട്ട് മെലാറ്റോണിൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സർക്കാരിന്റെ ഋതം എന്ന് പറയും, ആ ഒരു പാറ്റേൺ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ആക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിങ്ങനെ മൊബൈലും സ്ക്രീൻ ടൈം ഒക്കെ വരുന്നത് കൊണ്ട്, ലൈറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുന്നത് ഇത് രാത്രിയാണോ രാവിലെയാണോ. കാരണം എല്ലാപ്പോഴും വെളിച്ചാണ്. പണ്ടൊക്കെ അങ്ങനെയാണോ? മണ്ണെണ്ണ വിളക്ക് ഡിം ആയിട്ടുണ്ടാവും രാത്രി ഈവനിങ് ആകുമ്പോൾ. അത് കഴിഞ്ഞ് രാത്രി എണ്ണ കുറവാണെങ്കിൽ രാത്രി നേരത്തെ കിടന്നിരിക്കണം. ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങും. രാവിലെ വെളിച്ചം വന്നാലാണ് നമ്മൾ എണീക്കുന്നത്. അലാറം ഒന്നും വെക്കുന്നില്ലല്ലോ. വെളിച്ചം വന്നാൽ എല്ലാവരും എണീക്കുകയും ചെയ്യും. അതൊരു ഒരു റൊട്ടീൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ലൈറ്റ് ഇട്ടാൽ രാവിലെ ആയി. അതാണ് ബോഡിയുടെ ചിന്ത. അപ്പം നമ്മളിത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കിടക്കുന്ന സമയത്ത് ഒരു സ്ഥലം സ്പെസിഫിക്, ഒന്നാമത്തെ കാര്യം ഒരു സ്ഥലം പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അത് ക്ലീൻ ആയിരിക്കണം. രാത്രിയത്തെ ഒരു റിച്വൽസ് കഴിഞ്ഞിട്ട് പോയി കിടക്കുന്ന ഒരാൾക്ക് നമ്മുടെ ബോഡി ഇങ്ങനെ പോവാണ് പാരാസിമ്പതി ആ ഒരു മോഡിലേക്ക് പോയിട്ട് ഉറങ്ങണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ റൂമിലേക്ക് പോവാണ്. പോകുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ, ബോഡീന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ആ ഒരു നമുക്ക് എങ്ങനെയാണോ, ചെറിയ വാം വാട്ടർ ആണ് ഞാൻ പറയുന്നത്, ഇല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ ഒന്ന് കുളിച്ചാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന റിച്വൽ ആണെന്ന് ബോഡി വിചാരിക്കും. അപ്പോൾ ആ മോഡിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? കുളിച്ചു കഴിഞ്ഞു ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, പ്രയർ അങ്ങനത്തെ എന്തെങ്കിലും റുട്ടീൻ ഉള്ള ആൾക്കാർക്ക്, മെഡിറ്റേഷൻ ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാം. ഇനി ജേർണലിംഗ് ചെയ്യാനുള്ള ആൾക്കാർക്ക് നാളത്തെ ദിവസത്തെ റിഫ്ലക്ട് ചെയ്യാൻ, അല്ലെ നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ ഫോളോ ചെയ്യുന്ന അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നാളെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത്. ഓക്കെ. നമ്മൾ വെറുതെ അല്ല, നമുക്ക് ചെയ്യാനും കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ നോട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ എത്ര നാளைക്ക് എഴുന്നേക്കണം എന്നുള്ളൊരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ മെസ്സേജ് കൊടുക്കും, ഇനി എനിക്ക് ഉറങ്ങണം, മൊബൈൽ മാറ്റി വെക്കുകയാണ്. അത്യാവശ്യക്കാരൊക്കെ വിളിച്ചോളല്ലോ. ഇതൊക്കെ മാറ്റി വെച്ച് നമ്മൾ കിടക്കുന്ന ആ ഒരു ഏരിയയിൽ കർട്ടൻ, വെളിച്ചം വരുന്ന റൂമാണ്, അതായത് ലൈറ്റ് ഇടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ലൈറ്റ് ഡിം ആക്കുക. വളരെ ഡിം ആക്കി കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുള്ളൂ കേട്ടോ. ആ ഒരു ഫേസിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കർട്ടനൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ കിടക്കാൻ പോവാണ്. പിന്നെ കിടക്കുന്ന റൂമിൽ ഒരിക്കലും നിങ്ങൾ മുഷിഞ്ഞ ക്ലോത്തുകൾ ഇട്ട് വെക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഹാംഫുൾ ആയിട്ട് ബാധിക്കും. കാരണം ഓരോരുത്തരുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ സ്മെല്ല് വ്യത്യാസമാണ്. അതിൽ ബാക്ടീരിയാസ് ഉണ്ടാവും. നമ്മൾ എത്ര പറഞ്ഞാൽ നമ്മുടെ കുട്ടിയൊക്കെ വേറെയാണ്, ഹസ്ബൻഡിന്റെ അവർക്ക് വേറെയാണ്, ഈ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ. അപ്പം ഉറങ്ങുന്ന സ്ഥലം വളരെ
ക്ലീൻ ആയിരിക്കണം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 ഡേയ്സ് കൂടുമ്പം ഒന്ന് എന്താ സ്മോക്ക് ചെയ്തിട്ട് നമ്മുടെ കുന്തിരിക്കം പോലത്തെ എന്തെങ്കിലും പുകയ്ക്കയോ അല്ലെങ്കിൽ ജനലൊക്കെ തുറന്ന് വെച്ച് ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് പറ്റുമെങ്കിൽ ഇടയ്ക്കൊരു ദിവസം നന്നായിട്ട് എന്താ പറയാ, ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ കെമിക്കൽസ് അല്ലാതെ പകരം എന്തെങ്കിലും ഒരു ചെറിയ നാരങ്ങാ നീരോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് നല്ല ഒരു ശരിക്കും ക്ലീൻ ആയിരിക്കണം നമ്മൾ കിടക്കുന്ന സ്ഥലം. ഓക്കെ, ആ റൂം അത് ശരിക്ക് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ഹൈജീൻ കീപ്പ് ചെയ്യണമെന്ന് പറയുന്ന സ്ഥലം ബെഡ്റൂം ആണ് കേട്ടോ. അവിടുത്തെ ബെഡ്ഷീറ്റ് പ്രോപ്പർ ആയിട്ട്, വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരാൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് 2-3 ദിവസം കൂടുമ്പോൾ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഡെയിലി മാറ്റാൻ പറ്റും. എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ് ഡെയിലി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നീറ്റായിട്ട് വിരിച്ചു വെക്കുക. അതൊക്കെ വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബെഡ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു മെസ്സേജ് കൊടുക്കുവാണ്, എന്റെ ഉറക്കത്തിന്റെ ടൈം കഴിഞ്ഞു, ഞാൻ ആക്റ്റീവ് ആവേണ്ട സമയമായി, പ്രൊഡക്റ്റീവ് ആവേണ്ട സമയമായി എന്നുള്ള മെസ്സേജ് കിട്ടി ബെഡൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പം ബാക്കി കുട്ടികൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം എന്തെങ്കിലും നമ്മളെടുത്ത ഒരു ബ്ലാങ്കറ്റ് എങ്കിലും മടക്കി വെച്ചേക്കണം. നമ്മൾ ബ്ലാങ്കറ്റ് ഒന്ന് മടക്കി വെച്ച് ബെഡൊക്കെ റെഡിയാക്കി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത്? ആരെങ്കിലും പറഞ്ഞേ, ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ്? നമുക്കൊരു ഹാബിറ്റ് ഒക്കെ ഇല്ലേ? ബ്രീത്തിങ്. യെസ്. ഒന്നാമത് നമുക്ക് ഈ പ്രാണൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് കറക്റ്റ് ചെയ്യണ്ടേ. ബ്ലഡും ഒക്കെ കറക്റ്റ് ആയി കൊടുക്കണം. ആ കിടന്ന് ഈ ബെഡിൽ തന്നെ നമുക്ക് ചമ്രം പടഞ്ഞിരിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ബ്രീത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ പ്രാണൻ കറക്റ്റ് ആക്കുക. നമ്മുടെ ശ്വാസം കറക്റ്റ് ചെയ്തിട്ട് നമുക്കുള്ള, അതായത് നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്ര ഹാപ്പി ആയിട്ട് എഴുന്നേക്കാൻ പറ്റുന്ന ദൈവത്തോട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഏതാണോ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, അതിലുള്ള ആളെടുത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദിയും പറഞ്ഞിട്ട് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ശരിക്കും പറ്റുവാണെന്നുണ്ടെങ്കിൽ ജനല് തുറന്നിട്ട് നമ്മൾ ആ ബ്രീത്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ വെള്ളത്തിന്റെ തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യണം കേട്ടോ. നമ്മൾ ആ ഇപ്പൊ ഒരു വെള്ളം കുടിക്കുക എന്നുള്ള വെറുതെ ഒരു വെള്ളം കുടിക്കലല്ല, എവിടെയെങ്കിലും ഇരിക്കുക കേട്ടോ. നമ്മൾ റിലാക്സ് ആയിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്ത് തരാം കേട്ടോ. ആരാണോ ഈ ഒരു ശരിക്കും സിപ്പ് ചെയ്യുമ്പോ എടുത്ത് ഈ ഫസ്റ്റത്തെ വെള്ളം കൊടുക്കുമ്പോൾ അതിങ്ങനെ പോകുന്ന നമുക്ക് അറിയാൻ വേണ്ടി പറ്റണം. അതിങ്ങനെ പോയി അത് ഉണ്ടാക്കാൻ വേണ്ടി ഇത് നമ്മൾ കൊടുത്തേക്കുന്ന നമ്മുടെ ബോഡിയിലുള്ള 70% ഉള്ള വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഒരു സിപ്പ് വെള്ളം കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫുൾ ഡേ നമുക്കൊരു ആക്റ്റീവായിട്ട് ഇരിക്കാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും ഇത്രയും നല്ലൊരു ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് ഫസ്റ്റത്തെ സിപ്പ് ഓഫ് വാട്ടർ. ആ ഒരു ഫീലിങ്ങോട് കൂടെ തന്നെ, ആ ഒരു ഇന്റൻഷനോട് കൂടെ തന്നെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് ശരിക്കും എന്താണ് അമൃതമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പറ്റട്ടെ. അതൊരു റൊട്ടീൻ്റെ ഏറ്റവും ബെസ്റ്റ്. ആ ഒരു 3 കാര്യം നിങ്ങൾ സ്ലീപ്പ് കറക്റ്റ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക. പിന്നെ എന്തായാലും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞത്, എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുവാണ്, എക്സസൈസ്. ഓക്കെ, ഇനി വലിയൊരു എക്സസൈസ് റുട്ടീൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിന്നെടുത്തുനിന്ന് തന്നെ ബോഡി ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. കൈകള്, കാലുകള് നമ്മൾ ബെൻഡ് ചെയ്തിട്ട്, അല്ലെ, നമുക്ക് സൂര്യ നമസ്കാരമൊക്കെ അറിയുന്ന ആളാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് റിച്വൽ ആണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മൾ ആക്റ്റീവായി അന്നത്തെ ദിവസത്തേക്കുള്ള എൻജിൻ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. പിന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചറപറയെന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാകും. നമുക്കൊരു ഓർഡർ ഉണ്ട്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും കേട്ടോ. നമ്മൾ എഴുതി വെച്ചല്ലേ ഇന്നലെ രാത്രി, ആ രീതിയിൽ അങ്ങ് ഈസി ആയിട്ട് പോകും. പിന്നെ ഫസ്റ്റ് കാണുന്ന ആരാണെങ്കിലും, ഇനിയിപ്പോ എഴുന്നേറ്റെടുത്തുന്ന നമ്മുടെ മക്കളെ ആണെങ്കിൽ അവരെ ശരിക്കൊന്ന് പറ്റുവാണെന്ന് ചേർത്ത് പിടിച്ചിട്ട് വിഷ് ചെയ്യണം അവരെ. ഗുഡ് മോർണിംഗ് പറയണം. ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ, എന്തെങ്കിലും അങ്ങനെ നമ്മൾ അത് ആദ്യം ഒന്ന് അവരൊന്ന് ആക്സെപ്റ്റ്. പക്ഷെ അത് നിങ്ങൾ ചെയ്തുകൊണ്ട് വെക്കുമ്പം അവർക്കും ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ഈ എനർജി നമ്മൾ കാണുന്ന ഒരാൾക്ക് ഒരു സ്മൈലിലൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലേ? പറ്റില്ലേ? ആ സ്മൈല് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അല്ലേ, ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ഹറിബറിയിലാണ് അന്നത്തെ ദിവസം ആ വീട്ടിലുള്ള എല്ലാവരുടെ റൊട്ടീനെ അത് ബാധിക്കും. ഇടയ്ക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. എന്നാലും നമ്മൾ പറ്റുന്ന ദിവസങ്ങൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്കൊക്കെ വെറുതെ അവരിങ്ങോട്ട് ചിരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ചിരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ഉള്ളില് ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്.
ആ ഹോർമോൺ ഓക്സിറ്റോസിൻ എന്ന് പറയും. ഈ ഒരു ഓക്സിറ്റോസിൻ തരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ദിവസം നമ്മൾ എത്രമാത്രം പ്രാവശ്യം ചിരിക്കുകയും താങ്ക് യു പറയുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രാവശ്യം നമ്മുടെ ബോഡിക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ദിവസത്തെ മെയിൻ ആയിട്ടുള്ള നമുക്ക് വരാനുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. സ്ട്രെസ്സുകളെ കുറക്കാൻ വേണ്ടി പറ്റും. പോസിറ്റീവിലേക്കുള്ള ഔട്ട്ലുക്കിലേക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ സ്കിന്നിന് കുറെ കൂടെ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? നിങ്ങൾ വെറുതെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ചിരിയും അവരെ കാണുമ്പോൾ ഒരു സന്തോഷവും തോന്നണ്ട. ജസ്റ്റ് ചിരിക്കുക. ഈ സ്മൈൽ കേർവ് ഇങ്ങനെ ഒന്ന് ചിരിച്ചു നോക്കിക്കേ എല്ലാവരും. അപ്പൊ ഒരു കേർവ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചിരിക്കുന്ന കാണുമ്പോൾ ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അല്ലെ? ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കട്ടെ, അതാണോ നല്ലത്? ചിരിച്ചിട്ട് എടുക്കുന്നതാണോ? അപ്പൊ നിങ്ങളുടെ ഉള്ളിലും ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങള് ആകാശദൂത് സിനിമ എത്ര പ്രാവശ്യം കണ്ടാലും അതിന്റെ കഥ ബൈഹാർട്ട് ആണെങ്കിലും നമുക്ക് കരഞ്ഞു പോകുന്നത് എന്താ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് കരഞ്ഞു പോകുന്നത്? നമ്മുടെ മൈൻഡിന് അറിയില്ല അത് അവര് ചെയ്യുന്നതാണോ നമ്മൾ ചെയ്യുന്നതാണോ. നമ്മൾ ജീവിക്കുകയാണ്, നമ്മൾ അതായിട്ട് അങ്ങ് മാറും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് ജസ്റ്റ് ആ പോസിൽ ഇരുന്നിട്ട് നമ്മൾ ചിരിക്കുവാണ്, ഹാപ്പി ആണ് എന്നൊക്കെ പറയുന്ന അഫർമേഷൻസ് കൊടുക്കുമ്പം ഇവര് വിചാരിക്കുക ആക്ച്വലി നിങ്ങൾ അതാണ് എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ആക്ച്വലി നിങ്ങൾ അതാണ് എന്ന് പറയുമ്പോൾ അതിന് കണക്കായിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ആവും. നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയാ നമ്മുടെ ആവശ്യങ്ങളിലോട്ടേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് എടുക്കാം. എന്നാൽ എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഇത്രയും സംസാരിച്ചായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും? ഉറക്കം കറക്റ്റ് ചെയ്യാൻ എത്ര പേര് തീരുമാനിച്ചു? പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മുടെ നേരത്തെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിന്റെ ടൈമിംഗ് കുറേ നേരത്തെ ആക്കണം. അതായത് ഒരു മാക്സിമം പോയാൽ 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് പിന്നെ ഉറക്കത്തിലേക്ക് വരുന്ന നമ്മുടെ ആക്ടിവിറ്റി ലെവൽ ഉറക്കവും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു 15 മിനിറ്റ് നടന്ന് എന്നിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് ഒരിടത്തിലിരുന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ബുക്കൊക്കെ വായിച്ച് അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് പിന്നെ സമയം കിടക്കുവാണ് കേട്ടോ. നമുക്ക് നേരത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കുറേ സമയം ഉണ്ടാവും ഒരു ദിവസം. അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചാൽ പാത്രം കഴുകാനുണ്ടാവും നമുക്ക്. അതുണ്ടാവും ഇതുണ്ടാവും ഒക്കെ ചടപടയായിരിക്കും. അതേ സ്ഥാനത്ത് നേരത്തെയാണ് കഴിക്കുന്നത് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്തേക്ക് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അല്ലേ? നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ആ ഒരു സമയം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ദിവസത്തില്. നമുക്ക് തോന്നും ഒരു ദിവസം ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് അധികം കിട്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസത്തില് ഒരു 3 മണിക്കൂർ സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമല്ലേ? അപ്പൊ ഒരാഴ്ചയിൽ എത്ര സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു മാസത്തിൽ എത്ര സേവ് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു വർഷം ആവുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര ദിവസമായിരിക്കും സേവ് ചെയ്യുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് സമയം മാത്രം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ കുറേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണ്ട. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഏകദേശം ഈ ജേർണിയിലോട്ടൊക്കെ പോയത് കൊണ്ട് ഏകദേശം അറിയുന്ന ആൾക്കാരാണ്. പിന്നെയും പിന്നെ അത് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഒന്നുമില്ല ഡൗട്ട് അല്ലേ? ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉറങ്ങാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒന്ന് വന്നേ, പുറത്തേക്ക് വാ. പിന്നെയും കേസസ് ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു അസുഖമുള്ള ഡയബറ്റിക്കോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇത് ഇംബാലൻസ് ആയിട്ട് വരും. പിന്നെ നമ്മൾ മെനോപോസിലോട്ടൊക്കെ കടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ആവും. എപ്പോഴും വേർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബോഡീന്റെ അല്ലേ? ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ലീപ്പ് റൊട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഒരു 6 മണിക്ക് 7 മണിക്ക് ശേഷം നമ്മൾ ചെറിയ ഒന്ന് കുളിക്കുക. കുളിച്ച് വന്നിട്ട് നമ്മൾ ആ ഡ്രസ്സിന്റെ ആ സിറ്റുവേഷൻ ഒക്കെ ആ ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് ഒരു ഡ്രസ്സ് ഇടുക. അതിട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള പെർഫ്യൂം ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അത് നിങ്ങളുടെ ഉറക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് ഒന്ന് ഡിം ചെയ്യുക. ബെഡ്ഷീറ്റ് ഒക്കെ പ്രോപ്പറായി ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിലോട്ട് കുറച്ച് നേരത്തെ നമ്മളെ കൊണ്ടുവരണം.
എന്നിട്ട് ആ ടൈം എപ്പളും നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ആ ടൈം മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. കുറച്ച് ദിവസം കഷ്ടപ്പെട്ടിട്ട് ആ സമയത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി ആ സമയമാകുമ്പോഴത്തേക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കാൻ തുടങ്ങും. ആ സ്ലീപ്പ് നല്ല സൗണ്ട് സ്ലീപ്പായിരിക്കും. എനിക്ക് ഓക്കെ പേഴ്സണലി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പകൽ ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും. അതായത് ഉറങ്ങണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലത്തെ ഉറക്കം ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം രാവിലെ അല്ല ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയത്തിന്റെ ഇടയില് നിങ്ങൾക്ക് ഉറങ്ങാം. 3:00 ശേഷം ഉറങ്ങണ്ടാന്നാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു നാപ്പ് എടുക്കാം. നാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 90 മിനിറ്റ്സ്. അതായത് ഒരു മണിക്കൂർ നല്ലൊരു ഉറക്കം കിട്ടുന്ന രീതിയിൽ നമ്മള് ഒന്ന് കിടന്ന് മയങ്ങാന്ന് പറയില്ലേ നാപ്പ്. അതേ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഉറക്കം മതി കേട്ടോ. സൗണ്ട് സ്ലീപ്പ് ഉച്ചക്കൊന്നും നല്ലത്. പക്ഷേങ്കില് അതിന് ശേഷം ആ ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റീവ് ആവും. നല്ല എനർജി ഫീൽ ചെയ്യും നമുക്ക്. കാരണം നമ്മൾ ഫ്രഷ് ആവുകയാണ്. നമ്മൾ നമ്മുടെ ഷട്ടറൊക്കെ ക്ലോസ് ചെയ്ത് ഒന്ന് എല്ലാം അവിടെ നിൽക്കട്ടെ. ബാക്കി ഞാനൊന്ന് കിടന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണെങ്കിൽ അതൊരു 5 മിനിറ്റ് ആണെങ്കിൽ കൂടെ നിങ്ങൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? ഉറങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ പകൽ ഉറങ്ങുന്നത്. പക്ഷേങ്കില് നമ്മള് ഭയങ്കര ഉറക്കമായി പോകരുത്. അതൊരു നാപ്പായിരിക്കണം. റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ഉറങ്ങാം ട്ടോ. പക്ഷേ 3 മണിക്ക് ശേഷം ഉറങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് നമ്മുടെ രാത്രിയിലത്തെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ആവും. ക്ലിയർ അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചോദിക്ക്. എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഇഷ്ടമാണ്. നിങ്ങൾ ചോദിക്ക് എന്താണ് ഡൗട്ട് ഉള്ളതെന്നുള്ളത്. പിന്നെ രാത്രിയിൽ എക്സർസൈസ് ചെയ്യാവോന്ന് നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. രാത്രിയിൽ എക്സർസൈസ് ചെയ്യാവോന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് രാത്രിയിൽ ഒരിക്കലും എക്സർസൈസ് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. നമ്മൾ ഉറങ്ങുന്നതിന്റെ 3 മണിക്കൂർ മിനിമം 3 മണിക്കൂർ മുന്നെയെങ്കിലും എക്സർസൈസ് സൈക്കിളൊക്കെ നിർത്തിയിരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് എനർജി തരുന്ന ഒരു സംഭവമാണ്. അതായത് ഇന്റൻസ് ആയിട്ട് ഹാർഡ് ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യേണ്ട. പകരം മൈൽഡ് ആയിട്ടുള്ള വാക്ക് ഒക്കെ ഓക്കെയാണ് ട്ടോ. കലോറി കൂടുതലായിട്ട് പോകുന്ന രീതിയിലുള്ളത് വേണ്ട. കാരണം നമ്മള് അത് ഈ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യും. നമ്മൾ അലേർട്ട് ആവും. നമ്മുടെ ബോഡി അലേർട്ട് ആവും. എപ്പളും രാവിലത്തെ വർക്കൗട്ട് ആണ് ഞാൻ പറയുന്നത്, പ്രിഫർ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ബോഡി മെറ്റബോളിക് റേറ്റ് കുറച്ച് കൂടി നിൽക്കും. നമുക്ക് ആ ഒരു എക്സർസൈസിന്റെ പവർ കൊണ്ട് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് ഡൈജഷൻ സ്പീഡ് അപ്പ് ആക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കും. എന്നാലും നമ്മൾ വർക്കിംഗ് ആണ്. നമുക്ക് രാവിലെ ഒട്ടും സമയം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സർസൈസ് വൈകുന്നേരത്തേക്ക് മാറ്റാം. അപ്പൊ എന്ത് ചെയ്യണംന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ടൈമിംഗ് അപ്പൊ എങ്ങനെ നിങ്ങൾ ഫുഡിന്റെ ടൈമിങ്ങും ബാക്കിയുള്ള ടൈമിങ്ങും ഒക്കെ അതിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. എന്നാൽ കുറച്ചുകൂടെ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലത്തെ നമ്മളൊരു എപ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാൻ പോകാൻ പാടുള്ളൂ. അതിന് മുന്നേ 1 മണിക്കൂറിന് ശേഷം ചെറുതായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റീസെറ്റ് ആവണം. എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയാ ഒരു ബ്രീത്തിങ് എക്സർസൈസ് പോലെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെ എന്തെങ്കിലും കൂടെ ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് പോവാൻ. അതായത് നമ്മൾ ആ റിലാക്സേഷൻ മോഡിലേക്ക് നമ്മളെ ബോഡീനെ കൊണ്ടുവരണം. കംപ്ലീറ്റ് ആയിട്ട് റിലാക്സേഷൻ മോഡിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് കിടക്കാൻ പോകുമ്പോൾ പിന്നെയും ഉറക്കത്തിലോട്ടേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അതേപോലെ കുളിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാത്രിയിൽ മേല് കഴുകുക. അത് ചെയ്യണം. ബ്രഷ് ചെയ്യണം. ബ്രഷിങ്ങും നമ്മുടെ ബോഡിയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. കൂടുതലും കെമിക്കൽസ് ഉള്ളിൽ എത്തിക്കാനല്ല. ഒന്ന് നോർമൽ ആയിട്ട് ഉള്ളിലൊക്കെ കിടക്കുന്ന സാധനങ്ങൾ അതായത് ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ കളയാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി കൊണ്ടുവരണം നിങ്ങളുടെ ഉള്ളിലേക്ക്. നമ്മുടെ ബ്രെയിനിന്റെ മറ്റേ സൈഡ് ആക്റ്റീവ് ആക്കുവാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തന്നെ എന്താ പറയാ നമ്മളൊരു മെസ്സേജ് കൊടുക്കുവാണ്. നമുക്കൊരു ഹൈജീൻ ഉണ്ട്. ഇതൊക്കെ ഉറക്കത്തിന് മുന്നേ ചെയ്യുന്ന കാര്യത്തിൽ വരുന്ന റിച്വൽസിൽ വരുന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഉറക്കത്തിലേക്ക് പോകുന്നത്. ബോഡി റെഡിയായി ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മൊബൈൽ കാണാം. വോയിസ് കേട്ടിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റുമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേ കേൾക്കാം. അതായത് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. ഇഷ്ടമുള്ള ബീറ്റ്സ് കേൾക്കാം. ഇനിയിപ്പം ചാന്റിങ്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കേൾക്കാം. ഒരിക്കലും കാണാൻ നിൽക്കരുത് കേട്ടോ നിങ്ങൾ. കേട്ടിട്ട് അതായത് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോട്ടെ. അത് സമയം ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക. 30 സെക്കൻഡ്സ് ആട്ടം 30 മിനിറ്റ്സ് ആട്ടം വെച്ചിട്ട് ബ്രീത്ത് കിടന്നെടുത്ത് നിന്ന് നിങ്ങൾ ബ്രീത്ത് എടുക്കുക. എങ്ങനെ ബ്രീത്ത് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 2, 4 എന്ന് പറഞ്ഞ ബ്രീത്തിങ് ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യാം. ആർക്കെങ്കിലും അറിയാവോ 3, 2, 4 എന്താണെന്ന്? എനിബഡി?
കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്ന ബ്രീത്തിങ് ടെക്നിക്കാണ് ഇത് കേട്ടോ. ഇത് ഞാൻ പറയണോ? എത്ര പേര് റെഡിയാണ് വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട്? ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ചിലപ്പം ചെറിയ ആൾക്കാർക്കൊക്കെ വീഡിയോ ഓൺ ചെയ്യാൻ ആഗ്രഹമുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ മാത്രം ഓണാക്കി വെച്ചാൽ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ആൾക്കാർ ഓണാക്കുന്നത്. നിങ്ങൾ ഓണാക്കുക കേട്ടോ. വീഡിയോ നമ്മൾ റെക്കോർഡിൽ പോകുമ്പോഴും ഞാൻ എന്നെ പിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കാണാം. അപ്പം നിങ്ങൾ ഓണാക്കുക ധൈര്യമായിട്ട്. അപ്പം 3, 2, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ഫില്ലാണ് നിങ്ങൾക്ക് ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇനിയിപ്പോൾ രാത്രി കുളിക്കാൻ പറ്റാത്ത ആളാണെങ്കിലും കാല് നന്നായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ, ഫ്രേഗ്രൻസ്, എന്തെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ജസ്റ്റ് കാലിൻ്റെ അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെയൊക്കെ പോയിന്റ്സ് ഉണ്ട്, നമ്മുടെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്, നമ്മുടെ എക്വപഞ്ചർ പോയിന്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റിച്വൽ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം ആണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വാസലിൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കാലിലൊക്കെ ഒന്ന് തൂത്ത് സോക്സ് ഇടുന്ന ആൾക്കാരാണ്, അങ്ങനെ ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് കാലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ബെഡിലിരുന്ന് ഒന്ന് ബ്രീത്ത് എടുത്ത് കിടക്കുക. കിടക്കുമ്പോൾ പില്ലോയുടെ ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈസ് പില്ലോ വെക്കാതെ കിടക്കാൻ പറ്റുവാണ് നല്ലത്. വെച്ചിട്ട് കിടക്കുന്ന ആളാണെങ്കിൽ ചെറിയ ഹൈറ്റേ പാടുള്ളൂ കേട്ടോ. കഴുത്തൊക്കെ ബാലൻസ് ആക്കി കിടന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് കിടന്നിട്ട് കണ്ണടച്ചിട്ട് നമ്മളെ ബ്രീത്ത് ഉള്ളിലേക്ക്, മൂക്കിൽ കൈയൊന്നും വെക്കണ്ട, ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. ലെഫ്റ്റിലൂടെ 3 സെക്കൻഡ് എടുത്തിട്ട് എടുക്കുക. സ്ലോലി എടുത്തിട്ട് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് വായിലൂടെ നമ്മൾ 4 സെക്കൻഡ് റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 5 ബ്രീത്ത് എടുക്കുക നിങ്ങൾ. അപ്പോഴത്തേക്ക് നമ്മൾ ഉറക്കത്തിന് റെഡി ആയിട്ടുണ്ടാവും. മനസ്സിലായോ? കിടന്നിടത്തുനിന്നാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മൈൽഡ് ആയിട്ടുള്ള മ്യൂസിക് വേണേൽ പ്ലേ ചെയ്യാം. എന്നിട്ട് ഉറങ്ങും. ഒരിക്കലും നിങ്ങൾ കാണാൻ നിൽക്കരുത്. ബെഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കിടന്നിട്ടുള്ള ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത റൊട്ടീൻ തന്നെയാണ് നിങ്ങൾ ഇനിയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? ബെഡിൽ വരുമ്പോൾ നമ്മൾ മൊബൈൽ മാറ്റി വെക്കുക. അത് നമ്മുടെ, അതായത് റേഡിയേഷൻ എത്ര മാത്രം ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലേ അല്ലേ? അതൊക്കെ ഒഴിവാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. മൊബൈൽ അപ്പുറത്തോട്ടേക്ക് മാറ്റുക. പറ്റുവാണെങ്കിൽ സിസ്റ്റത്തിലാറ്റം പ്ലേ ചെയ്താൽ മതി മ്യൂസിക്കൊക്കെ. കേട്ടിട്ട് കിടക്കുക. ആ സ്ലീപ്പ് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇവർ ചുറ്റും കേൾക്കുന്ന സൗണ്ടുകളൊക്കെ ഗ്രാസ്പ് ചെയ്യും. അതിപ്പം വീട്ടിൽ നിന്ന് കുട്ടികൾ ഷൗട്ട് ചെയ്യുന്നതും ഒക്കെ പിടിച്ചെടുക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പം നമ്മൾ ആ സൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഉറക്കത്തിലേക്ക് പോവാ. പിന്നെ അതേപോലെ തന്നെ രാത്രിയിൽ അധികം വെള്ളം കുടിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരില്ലേ ബാത്റൂമിലേക്ക്? അതുകൊണ്ട് ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടി. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഞാൻ ആ സ്ലീപ്പിംഗ് എന്നുള്ള സംഭവം കൂടെ അവിടെ ഹാബിറ്റ് ട്രാക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് എന്താണ് ആ ഒരു രീതി എന്നുള്ളത്? ക്ലിയർ? Yeah. അപ്പം നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഹോൾഡ് എത്ര സെക്കൻഡ്? ഹോൾഡ് 2 സെക്കൻഡ്. കുറേ സമയം പിടിച്ച് ചത്തുപോകില്ലേ നമ്മൾ? 2 സെക്കൻഡ് മതി ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കടലാണ്. ഇതിനുള്ളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് നോർമലി നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന 2 സെക്കൻഡ് അത്ര നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ്. അത് എത്രമാത്രം നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബോഡീന്റെ ഇതിങ്ങനെ ഒരു പവർ ഉണ്ടല്ലോ, നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ തന്നെ കപ്പാസിറ്റി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അത് മെല്ലെ മെല്ലെ അതേ കൂട്ടാൻ പാടുള്ളൂ. ഫസ്റ്റത്തെ ദിവസം തന്നെ 4 സെക്കൻഡ് 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അയ്യോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മെല്ലെ മെല്ലെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. അടിപൊളിയായിരിക്കും കാര്യങ്ങൾ. നമ്മുടെ ബ്രീത്ത് ഒക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ മുടക്കല്ലേ മക്കളെ. ഫസ്റ്റ് ഒന്നും തോന്നൂല. നമ്മുടെ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ബ്ലഡ് പമ്പിങ് കറക്റ്റ് ആവണം. അതിന് ബ്രീത്തിങ് കറക്റ്റ് ആവണം. റെസ്പിറേറ്ററി സിസ്റ്റം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും ഇത് കറക്റ്റ് ആവണം. കിട്ടുന്നില്ലേ? അത് ആദ്യമൊക്കെ നിങ്ങൾ വെറും 1 മിനിറ്റ് എങ്കിലും ചെയ്ത് തുടങ്ങുക. 1 മിനിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആക്കുക. ബ്രീത്തിങ് എക്സസൈസ് 3 മിനിറ്റ് ആക്കുക. 5 മിനിറ്റ് മതി. പിന്നെയും കൂട്ടണ്ട. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കൊന്നും വേണ്ട. അത്ര ചെയ്താൽ മതി. 5 മിനിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം ദിവിഷ. സ്ലീപ്പ് ടൈമുള്ള ഞാനൊന്ന് കേട്ടില്ല. കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടില്ല മാം. ഞാനൊന്ന് അങ്ങ് പോയിനെ അന്നേരം.
എന്താ ചോദിച്ചെന്തായിരുന്നു? ഏതായിരുന്നു പറയണ്ടേ? സ്ലീപ്പ് ചെയ്യുമ്പോഴുള്ള ആ ബ്രീത്തിങ് ഓക്കെ, ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് തരാം. മുമ്പേ ഉള്ള ഞാൻ ആ റെക്കോർഡ് തരും, നിങ്ങൾ റെക്കോർഡ് കണ്ടാൽ മതി. എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കിടന്നതിന് ശേഷം ആ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കിടക്കുക കേട്ടോ. കിടക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് നമ്മുടെ കാലൊക്കെ കഴുകി വന്ന് കാലൊന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഒരു അസുഖവും ഇല്ലെങ്കിലും പിന്നെ ഒന്നും നമുക്ക് എന്തായിരുന്നു, ഐ ആം അറ്റൻഡിങ് മൈ ഹസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കാല് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു നെർവ്സിനൊക്കെ ഒന്ന് കറക്റ്റ് ബാലൻസ് ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഇരുന്നെടുത്ത് ഒരു 2-3 ബ്രീത്ത് എടുത്തിട്ട് കിടക്കാൻ പറ്റുവാണ്, അതും നല്ലതാട്ടോ. എന്നിട്ട് കിടക്കുക. കിടക്കുമ്പോൾ പില്ലോടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് മലർന്ന് തന്നെ കിടക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ആ കിടന്നിടത്തുനിന്ന് ബ്രീത്ത് എടുക്കുക. ലെഫ്റ്റ് നോസ് കൂടെ ഓർത്തിട്ട് കൈ ഒരിക്കലും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ബ്രീത്ത് എടുക്കണ്ട. നോർമൽ ജസ്റ്റ് ഒരു ഇന്റൻഷൻ കൊടുക്കുക, ഇടത്തേക്കൂടെയാണ് മൂക്കിലൂടെയാണ് ശ്വാസം പോകുന്നത്. 1 2 3 കൗണ്ട് ശ്വാസം എടുത്ത്, 2 കൗണ്ട് ഹോൾഡ് ചെയ്ത്, 4 കൗണ്ട് റിലീസ്. നമ്മൾ ഉറക്കത്തിന് വിളിക്കാൻ പോവാണ്. അതായത് നമ്മുടെ ബോഡി മൈൻഡ് ഒക്കെ റിലാക്സ് ആയി ഉറക്കം അങ്ങ് വന്നോളും നമുക്ക്. ഓക്കെ. അങ്ങനെ നമുക്ക് ഉറക്കം പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇതില് ഞാൻ എന്തൊരു പോയിന്റ് പറയാൻ വെച്ചിരുന്ന സാധനം വിട്ടുപോയി കയ്യിൽ. അതിനിടയ്ക്ക് വായിച്ചുകൊണ്ട് ഉറങ്ങാം, അത് കുഴപ്പമില്ല കേട്ടോ. പക്ഷെങ്കിൽ വേറെ അപ്പൊ നമ്മൾ ലൈറ്റ് ഇടേണ്ടി വരൂല്ലേ? നല്ല അല്ലേ? പക്ഷെ കേൾക്കാൻ വേണമെങ്കിൽ വായിച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് വലിയ മോശമുള്ള പരിപാടിയൊന്നുമല്ല. നമ്മളിങ്ങനെ വായിച്ചാൽ ഡിം ആയിരിക്കണം ലൈറ്റ്. മനസ്സിലായോ? സ്ട്രെയിന് കൊടുത്തിട്ട് വായിക്കാൻ നിൽക്കരുത് ഭയങ്കര പവറിൽ. അപ്പൊ നമുക്ക് ഉറക്കം ഡിസ്റ്റർബ് ആവുന്ന ആൾക്കാർ, പിന്നെ നമുക്ക് ശീലിച്ചു വന്ന കുറച്ച് ശീലങ്ങൾ ഉണ്ടാവും. ഇതാണ് എന്റെ റിച്വൽ എന്നുള്ളത്. അത് ഹാർഡായിട്ട് നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട. വായിച്ചുകൊണ്ട് ഇഷ്ടത്തോടെയാണ് കിടക്കുന്നത്, ഓക്കെ. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കിടക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്, പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിന്. നമ്മുടെ എല്ലാ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കിടക്കുമല്ലോ. എഴുന്നേൽക്കുമ്പോഴും ഇടത് വശം ചെരിഞ്ഞ് കിടന്നിട്ട് നമ്മൾ നമ്മളെപ്പോഴും അല്ലെ എഴുന്നേൽക്കുമ്പോഴും സ്ലോലി തന്നെ എഴുന്നേൽക്കും. ചാടി എഴുന്നേൽക്കരുത് കേട്ടോ. ഉറക്കം ഡിസ്റ്റർബ് ആവും. പെട്ടെന്ന് നമ്മൾ ഒരു ദിവസമൊക്കെ ഞെട്ടുന്നത് കുഴപ്പമില്ല. പെട്ടെന്ന് അലാറം കേട്ട് ഹടുകറിയിൽ എണീക്കുമ്പോൾ നമ്മൾ ഈ ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അവിടെ നമ്മൾ ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്ന പോലെയാണ്. മനസ്സിലായോ? അതും ഒരു റിലാക്സ് ആയിട്ട് എഴുന്നേൽക്കുക കേട്ടോ. അലാറത്തിന്റെ സൗണ്ട് ഭയങ്കര വീട് കുലുക്കുന്നതൊന്നും വേണ്ട, മൈൽഡ് ആക്കിയാൽ മതി. നമ്മൾ എണീക്കണമെന്ന് വിചാരിച്ചാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നിങ്ങളെ വിളിച്ചോളൂ. കുറച്ച് ദിവസം കഴിഞ്ഞ് ആദ്യത്തെ ദിവസമൊക്കെ അലാറം വേണ്ടി വരും. പിന്നെ ഒരു സിസ്റ്റവും ടൈമിംഗും ഉണ്ടെങ്കിൽ പിന്നെ അലാറം ഒന്നും വേണ്ട. അപ്പൊ ക്ലിയർ അല്ലേ കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കട്ടോ. ഇതൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ഗ്രൂപ്പിൽ ഒട്ടും മിണ്ടാത്ത ആൾക്കാരൊക്കെ പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി അത് എൻകറേജ് ചെയ്യില്ല. നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കണം കേട്ടോ. മാക്സിമം ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, എന്നാലും പറയാം. നിങ്ങളെ എത്രമാത്രം നിങ്ങളെ ഗ്രൂപ്പിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു നമുക്കറിയുന്ന അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കുക, അല്ലെ? ഇതല്ലേ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള പോളിസിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. അപ്പൊ ഹാപ്പി അല്ലേ എല്ലാരും? May I say something? സോറി, യെസ് പ്ലീസ്. Reading in bed in dim light is very bad for our eyes. Eyesight in it's not good. അതാണ് മാം Because ഞാൻ light is very dim. Dim light, bedside light ഒക്കെ ഇട്ടിട്ടല്ലേ we will be reading. അതെ അതെ. It's not good for our eyes. അതാണ് ഉദ്ദേശിച്ചത്. രാത്രിയിൽ കിടക്കുന്നിടത്ത് വായിക്കണം എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യും. പക്ഷെ നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് മെല്ലെ മെല്ലെ അതങ്ങ് മാറ്റാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു റിച്വൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു രീതിയിൽ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒന്നിരുന്ന് എന്നിട്ട് കിടന്നിട്ട് ബ്രീത്തിങ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൗണ്ട് കേൾക്കുവാണെങ്കിൽ മെല്ലെ മെല്ലെ അവിടത്തേക്ക് വന്നാൽ മതി. ഒറ്റ നിമിഷത്തിൽ നമുക്ക് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമല്ല. രാത്രി കിടക്കുമ്പോൾ നമ്മൾ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താ, ആക്റ്റീവായിട്ട് നിൽക്കേണ്ടി വരും. ഈ അല്ലെ, നമ്മുടെ ആ സമയത്ത് കോർട്ടിസോൾ ആണ് ഇത്തിരി മുകളോട്ട് നിൽക്കുന്നുണ്ടാവാം. ഇങ്ങനെ അത് അലേർട്ടായിട്ട് നിൽക്കുവാണ് നമ്മള്. പിന്നെ ചില ആൾക്കാർക്ക് ബുക്ക് തുറന്നാൽ മതി, വായിക്കണമെന്നൊന്നുമില്ല, നല്ല ഉറക്കം വരും. അത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വെറുതെ ബുക്ക് തുറന്നാൽ മതി കിടന്നിടത്തുനിന്ന്. അമ്മേ ഞാൻ പഠിക്കുവാണെന്ന് പറയും. പിന്നെ ഇങ്ങനെ ബുക്ക് ആര് കൊണ്ടുപോയി വെച്ചോ കിടന്നിടത്ത് ഒന്നും ഒരു ബോധം ഉണ്ടാവില്ല.
അതൊരു ഒരു രീതി, അങ്ങനെയുള്ള സിറ്റുവേഷനും ഉണ്ട്. അപ്പോ ഞാൻ അത് റെക്കോർഡ് ശരിയാ. ഏതാ കേട്ടില്ല. ഖുർആനെല്ലാം എടുത്തു വെച്ചാല്, വായിക്കാൻ എടുത്തു വെച്ചാല് ആ താനേ ഉറപ്പ് വരും. അത് നിങ്ങള് നമ്മളിപ്പം ബുക്ക്, അതായത് ഇതുപോലത്തെ ഖുറാന പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് നമ്മൾ ശരിക്കും ഉണർന്നിരിക്കുമ്പോൾ വായിക്കണം. അത് ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമല്ലേ. അപ്പൊ നമ്മളത് ഒരുത്തേലിരുന്ന് അതിന്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള സംഭവമല്ലേ. അതൊരു പ്ലേസിൽ വെച്ചിട്ട് നമ്മളത് വായിക്കുമ്പം നമുക്ക് ഉള്ളിലേക്ക് കയറണല്ലോ അത് വായിക്കുമ്പോ. അത് ഇതേപോലത്തെ ഒരു ബ്രീത്തിങ് പോലത്തെ ഒരു ഏതെങ്കിലും ഒരു നല്ല രീതിയിൽ കിടന്നിട്ട് വായിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മൾ ഒരിക്കലും നമ്മൾ നല്ലോണം അലേർട്ട് ആയിട്ടുള്ള സമയത്ത് വായിക്കണം. കിടന്നിട്ട് വായിക്കേണ്ടത് നിങ്ങളെ ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ബുക്ക് വായിച്ചാൽ മതി. ഈ ബുക്കൊക്കെ വായിക്കുമ്പോൾ, ഇനി ഭഗവത്ഗീത വായിക്കുന്ന ആളാണെങ്കിലും ബൈബിള് വായിക്കുന്ന ആളാണെങ്കിലും ഖുറാൻ വായിക്കുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും അലേർട്ട് ആയിട്ട് ഇരുന്നിട്ട് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറേണ്ട ഒരു സംഭവമാണ്. അതിനൊരു ഭയങ്കരമായിട്ട് പവിത്രമായിട്ട് തന്നെ കണ്ടിട്ട് വായിക്കണം എന്നാണ് ഞാൻ പറയേണ്ടത്. അങ്ങനത്തെ ബുക്കുകൾ വായിക്കുമ്പം നമ്മൾ കിടക്കരുതേ. പിന്നെ ഉണ്ട്, നമുക്ക് ഉറക്കം ഡിസ്റ്റർബ് ആകുന്ന സമയം ഉണ്ടാവും ചിലത്. ഈ സമയത്ത് നിങ്ങൾ വായിക്കാനും പോകണ്ട കേട്ടോ. ഈ സമയത്ത് എന്തെങ്കിലും കിടന്ന് ഉറക്കം ഡിസ്റ്റർബ് ആകുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്ക്. പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കട്ടെ, ഒന്ന് കിടന്ന് എഴുന്നേറ്റ് ആ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറി അകത്ത് പോയിട്ട് ചെറിയ ചൂടുവെള്ളമൊക്കെ കുടിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെയും വന്നിട്ട് കിടക്കണം. കുറേ സമയം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ നിൽക്കണ്ട. ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ ഒന്നാമത് കിടക്കാൻ വരുന്ന പോലെ വന്ന് കിടന്നാൽ പിന്നെ ഉറക്കം വരും. മനസ്സിലായോ? ഇടത്ത് കിടന്ന് ഉറക്ക് വരുന്നില്ലല്ലോ, വലത്ത് കിടന്ന് ഉറക്ക് വരുന്നില്ലല്ലോ, തലകുത്തി നിന്ന് ഉറക്ക്, ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണം നിങ്ങൾ. അതേ സ്ഥാനത്ത് ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് എന്തെങ്കിലും ഒന്ന്, അല്ലേ, അങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പിന്നെയും കിടക്കാം. ക്ലിയർ? ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ? എല്ലാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, എനിക്ക് ആരെങ്കിലും അപ്പൊ അടുത്ത ദിവസം മുതൽ ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല, ഞാനും ലൈവിൽ വരൂല കേട്ടോ. അല്ലേ ഫരീദ മാം? എഗ്രി അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ അങ്ങനെ എല്ലാരും അതാണ് രണ്ട് സിസ്റ്റേഴ്സിനൊക്കെ കയറിയിട്ട് പവർ തെളിയിച്ചിരിക്കുവാണ് ഫരീദ മാം. എല്ലാരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അങ്ങനെയായിരുന്നു. ഞാൻ പറയും, ഇഫ് യു ആർ നോട്ട് ഓൺ വീഡിയോ ഐ വിൽ ഓൾസോ നോട്ട് ബി ഓൺ വീഡിയോ. അപ്പൊ ഞാനും ക്ലോസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാം. അല്ല, ഇവിടെ നമ്മള് തീരുമാനിച്ചു വന്ന ആൾക്കാരായിരിക്കൂലേ നന്നായിക്കോളാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓഫ് ആക്കിയാൽ ഓൺ ആക്കിയാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ ഓരോന്ന് പറയാൻ തോന്നും, അതൊക്കെ പുറത്ത് കിട്ടും. ഇല്ലേ ഞാൻ പറയാതെ നിങ്ങൾക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട് പല കാര്യങ്ങളും. വീഡിയോയില് വരുമ്പോഴേ ഈ നമുക്ക് ഇപ്പൊ ദിനിഷ പോലത്തെ ഒരാള് അവര് വി വിൽ ബെനിഫിറ്റ്. നമ്മള് വീഡിയോ ഓൺ ചെയ്യുമ്പോ അവർക്കൊരു പ്രത്യേക എനർജി വരും. നമ്മൾ ഓരോരുത്തരെ കണ്ടിട്ട് കുറച്ചും കൂടി അവര് they will be more, കുറച്ചും കൂടി പെർഫോമൻസ് ലെവൽ ഹൈ ആവും. ഞാൻ ഇത്ര നേരം ലോ ആയി പോയോ? ബ്ലാക്ക് സ്ക്രീൻ കാണുമ്പോഴേ, ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണുമ്പോ നമുക്ക് അതൊരു ഭയങ്കര നെഗറ്റീവ് എനർജിയാ. അണ്ടർസ്റ്റാൻഡ്? നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂല. ഇതൊരു ജോബ് പോലെ എന്തോ നമ്മൾ ചെയ്യുന്നു, തീർക്കുന്നു, നമ്മൾ പോണു. പക്ഷെ എല്ലാരും ഇങ്ങനെ ലൈവില് വരുമ്പോ ആ എനർജി വേറെ. അപ്പൊ നമുക്കും അതെ, നമ്മൾ റിസീവ് ചെയ്യണതുണ്ടല്ലോ, വാട്ട് എവർ ഷീസ് ടെല്ലിങ്, നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോ ഓൺ ആക്കണം. അപ്പോഴാണ് നമ്മൾ അത് റിസീവ് ചെയ്യാൻ. അതൊരു മ്യൂച്വൽ എനർജിയാണത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. യു ജസ്റ്റ് ട്രൈ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരു 5 minutes ഒന്ന് ഓൺ ആക്കിയിട്ട് എന്താണ് ഒരു വ്യത്യാസം യു ഫീൽ ഫോർ യുവർ സെൽഫ്. വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇതിലൊക്കെ. നമ്മൾ വീഡിയോ ഒക്കെ ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി ഒന്ന്, അതായത് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇരിക്കണമല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞ ഒരു 10 മിനിറ്റ് ആണ് ആ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി നമ്മൾ ഇരിക്കണം. അപ്പൊ ആ 10 മിനിറ്റ് ആണ് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇവിടെ ഉണ്ടാവും. അല്ലാത്ത പക്ഷം കിടന്ന് അവിടെ അടുക്കളയിൽ എന്തൊക്കെ, എനിക്കൊന്നും അറിയാൻ പാടില്ല നിങ്ങൾ എന്തൊക്കെയാ അവിടെ നിന്ന് ചെയ്യുന്നതെന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടൂല. ഫോക്കസും കോൺസെൻട്രേഷനും കിട്ടൂല. ഇപ്പൊ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പോകുമ്പോ നമ്മള് വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലല്ലോ. പലവരും പറയും ലൈവ് ക്ലാസ്സിന് പോയി കഴിയുമ്പോ ഇമ്പാക്ട് ഇസ് മോർ. എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെയാണ് ഫോക്കസ്, അവിടെ തന്നെയാണ് കോൺസെൻട്രേഷൻ. നമ്മൾ ഓഫ് ചെയ്യുമ്പോ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഇങ്ങനെ വി ആർ ഡൂയിങ്
ഇത് ഓണെന്നേ ഉള്ളൂ. നമ്മൾ പാത്രം കഴുകാനുണ്ടാവും, അല്ലെങ്കിൽ യുനോ നമ്മള് ഡെയിലി ചോസ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഇടയിൽ 1 year is here. അങ്ങനെ ചെയ്താ ഇത് യുനോ ഇറ്റ്സ് നോട്ട്. ഞാനിന്ന് ഇന്നിപ്പോ വീഡിയോയിലായിരുന്നില്ല, ബിക്കോസ് ഐ വാസ് അറ്റൻഡിങ് ടു മൈ ഹസ്ബൻഡ്. ഈ 2 സിസ്റ്റത്തിൽ കയറാനും അതാ കാരണം. വെനെവർ ഐ വോണ്ട് ടു മൂവ്, ഇവിടെ നിന്ന് എണീക്കണമെങ്കിൽ ഈ മറ്റേ സിസ്റ്റമും കൊണ്ട് ഞാൻ ഐ ക്യാൻ മൂവ് വിത്ത് മീ. മറ്റേ ഇയർപോഡ് വെച്ച ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കേൾക്കൂല. അപ്പൊ മൾട്ടി ദിസ് തിങ്. ബട്ട് എനിവേ I'm here not only for myself, I'm here also to encourage Divisha. Thank you. Multi-purpose ആണല്ലോ. Thank you so much. Yeah, over to you, Divisha. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവിടെ ഇത്ര നേരം എന്നെ കേട്ട ആൾക്കാർക്ക് ഞാൻ പറയുന്നത് കേട്ടാ, നമ്മളിപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള എനർജി നിങ്ങൾക്ക് തരാൻ വേണ്ടി നിൽക്കുവാണ്. നിങ്ങൾ റിസീവ് ചെയ്യാൻ റെഡി അല്ല, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും. എന്തെങ്കിലും ഹെൽപ്പോ അസിസ്റ്റൻസോ വേണമെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ. ആൻഡ് ഓൺ ദ നോട്ട് വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ. താങ്ക് യു. ബൈ.